ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നാട്ടിലേക്ക് പോണതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരാഴ്ച മുമ്പേ പാക്കിങ് തുടങ്ങി, അതിൻ്റെ ഒരുക്കമാനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും ഓൾറെഡി ലീവിനൊക്കെ പോയിട്ടോ, ഇനി ഞങ്ങളും കൂടെ ഉള്ളൂ. അങ്ങനെ ലീവ് അലോട്ട് ചെയ്ത ഞങ്ങളുടെ ദിവസം വന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ താഴത്തുനിന്ന് ദീദിയുടെ അടുത്ത് നിന്നാണ് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ. ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, വേറെ ആരുമല്ല. ദീദിക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ചട്നിയും ചമ്മന്തിയൊക്കെ ആയി, ഇഡ്ഡലി ഇതായിക്കൊണ്ടിരിക്കണു. അപ്പോഴത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോയിട്ട് കുറച്ച് പാക്കിങ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ. ഇത് ഇവരുടെ അനിയന്മാരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പഞ്ചാബിലൊരു എക്സാം ഉണ്ട്, അവർ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഒരു സ്പെഷ്യലാണല്ലോ, അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എനിക്കിതാ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഏട്ടന് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഏട്ടൻ രാവിലെ ഇൻ്റർവ്യൂവിന് പോയതാണ്. നമുക്ക് ലീവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ അതിന് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. ഏട്ടൻ വന്നു ഗൈസ്, ഇതാ ഏട്ടൻ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ അപ്പോഴേക്കും കൂളറും ഷൂ റാക്ക് പെട്ടി കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ഇവിടുത്തെ വെയിലിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ഞാൻ കുറച്ച് തൈര് എടുത്ത് ഇതാ ശ്രുതി ചേച്ചിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോയി വന്നപ്പോഴേക്കും അത്യാവശ്യം സമയമായി. നമ്മൾ എവിടെയെങ്കിലും പോയി കുറച്ച് സംസാരിച്ചിരിക്കുമല്ലോ, സ്വാഭാവികം. അങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്കും കുറച്ച് സമയമായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, അതിനൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. പഞ്ചാബിൽ നിന്ന് ബൈ ബൈ, പഞ്ചാബിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് നാട്ടിലേക്ക് എന്ന്. അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷൻ എത്തി. നല്ല ക്ലീനാണ് കേട്ടോ നമ്മുടെ ബ്യാസ് റെയിൽവേ സ്റ്റേഷൻ, ഫുൾ ക്ലീനാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ ട്രെയിൻ കയറിയിട്ട് ഇനി നാട്ടിലേക്ക്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നാട്ടിലത്തേക്ക് ആയിരിക്കും കേട്ടോ. ഈ ട്രെയിനിൽ ഡൽഹി പോയി ഇറങ്ങിയിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് വേറെ ട്രെയിൻ കയറണം കേട്ടോ. അങ്ങനെയാണ് പോണത്, കണക്ട് ചെയ്തിട്ട് പോകണം. ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇതാ എൻ്റെ സൈഡ് ബർത്തും ഏട്ടൻ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പർ ബർത്തിലാണ് കേട്ടോ സീറ്റ്. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. ഇതാ എൻ്റെ സീറ്റിൽ ഞാൻ ഏട്ടനെ കുറച്ച് നേരം ഇരുത്തിയതിൻ്റെതാണ് ഈ കാണുന്നത്. അങ്ങനെ പിന്നെ സമയമായി, ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് പിന്നെ രാത്രി കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കിടന്നു. ഞാൻ എൻ്റെ സീറ്റിലും ഏട്ടൻ ഏട്ടൻ്റെ സീറ്റിലും. ഏട്ടൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ അലാറം വെക്കുക എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് 4:30ക്കാണ് ഈ ട്രെയിന് ഡൽഹിയിലെത്തുക. അപ്പോൾ 4:30ക്ക് ഞങ്ങൾ ഇറങ്ങണം. അങ്ങനെ അതാ 4:30 ഞങ്ങൾ ഇറങ്ങിയെന്ന്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഏറ്റവും മുകളിൽ കിടക്കാൻ നല്ല സുഖമാണ്, ഒന്നും അറിയില്ല. ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഡൽഹി ഇറങ്ങിയതും ഇതാ ട്രെയിനുകളുടെ ഒരു ഘോഷയാത്ര പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ തന്നെയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്കിനി അടുത്ത ട്രെയിന് 6:30 ആ ടൈമിലാണേ. ഇപ്പം 4:30ക്കല്ലേ ഇറങ്ങിയത്, ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ബാക്കിയുള്ള സമയം. അവിടെ രാവിലെ ആയ പോലെ അല്ലേ, നോക്കി നോക്ക്. പിന്നെ കുറച്ചൊക്കെ ലൈറ്റിൻ്റെയാണ്, പക്ഷെ എന്നാൽ പോലും കുറച്ച് രാവിലെ ആയ പോലെ തന്നെ ഉണ്ട്. ഏട്ടൻ്റെ ഒപ്പം ഏട്ടൻ്റെ കുറച്ച് യൂണിറ്റിലുള്ള കുറച്ച് പട്ടാളക്കാരുണ്ട് കേട്ടോ, ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ രാവിലെയായി. അവരുടെ നൃത്തത്തിന് ഒരു മാറ്റമില്ല. എന്താ ഇത്ര സംസാരിക്കുക എന്നാണ് എനിക്കറിയാത്തതെന്ന്. എനിക്കാരും കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഫോൺ നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ കയറിയതൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ. ഫുള്ള് തിരക്കായി. സാധനങ്ങൾ എന്തെങ്കിലും പെട്ടി മറക്കുമോ എന്നൊക്കെ ഉള്ളതിൽ ഫോണൊക്കെ എടുത്തു വെച്ചു ഞാൻ. അങ്ങനെ ഇതാ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ് രാവിലത്തെ കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം ഈ ട്രെയിനിൽ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ കൊണ്ടുവരുന്നത് വാങ്ങി കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ട്രെയിനിൽ നമ്മുടെ ഒപ്പമുള്ള ട്രാവൽ ചെയ്യാനുള്ളവർ, ഒരാൾ കടമ്പൂർ തന്നെയാണ് കേട്ടോ, സ്വന്തം നാട്ടുകാരൻ. പിന്നെ ഒരാൾ എൻ്റെ അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ ഫാമിലിയും കൂടെയാണ്. ഞങ്ങൾ പരിചയപ്പെട്ട് വന്നപ്പോൾ അങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ട്രെയിനത്തെ വിശേഷം. ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, അതിന് കുറവൊന്നും ഇല്ലല്ലോ. കറക്റ്റ് സമയത്ത് കിട്ടുന്നത് കഴിക്കുകയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രെയിൻ മൊമെൻറ്റ്സ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ജേണി ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ബോറടിച്ചൊന്നുമില്ല കേട്ടോ. ഇവരൊക്കെയായി സംസാരിച്ച് നമ്മൾ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഇടയിൽ നടത്തി. അങ്ങനെ നല്ല ഇഷ്ടമായി എനിക്ക് ജേണി. എന്തായാലും ബോറടിച്ചൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രെയിൻ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ വീഡിയോ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ എൻ്റെ എഡിറ്റിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. എനിക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഐ മിസ് ദാറ്റ് മൊമെൻറ്റ്സ് അങ്ങനെയൊക്കെ പറയാമെന്ന്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് ഇറങ്ങുന്ന ടൈമിലുള്ള തിരക്കാണ് കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്തു നമ്മളെ. ഈ 2 പേരായിരുന്നു നമ്മുടെ ത്രൂ ഔട്ട് ജേണിയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അവരിത് പ്രത്യേകം പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എന്തായാലും ഷൊർണൂർ എത്തിയതാണ്. ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പോയത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനിയുള്ള എൻ്റെ വീഡിയോസിലൊക്കെ എൻ്റെ ഫാമിലി എല്ലാവരും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ട്രാവലിംഗ് വ്ളോഗ് പഞ്ചാബ് ടു കേരള. ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.